രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെളിവ് നൽകാൻ ടിക്കാറാം മീണ പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ കർണാടകയും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അത് ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല. ശരിക്കും ഒരു ഒളിച്ചോട്ടമല്ലേ അത്? അല്ല, അങ്ങനെ ഒളിച്ചോട്ടമായിട്ട് തന്നെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം മീണ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്ര പെർഫെക്റ്റ് അല്ല നമ്മുടെ വോട്ടർ പട്ടിക എന്നുള്ള കാര്യം. അപ്പോൾ പെർഫെക്റ്റ് അല്ലാത്തൊരു വോട്ടർ പട്ടിക പെർഫെക്റ്റ് ആക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതും വളരെ നിഷ്പക്ഷമായ, കൃത്യമായ, പരിക്കില്ലാത്ത അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു വോട്ടർ പട്ടിക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വോട്ടർ പട്ടിക ഉണ്ടാക്കലായിരുന്നു. ആ വോട്ടർ പട്ടിക ഉണ്ടാക്കിയ സമയത്ത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, ഈ വോട്ടർ പട്ടികയിൽ ഉള്ള പല പേരുകൾ പോലും ആയിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളുടെ പേര് പറയുന്ന സമയത്ത് ഒരു സ്ത്രീ, ഇപ്പോൾ ഭാനുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഭാനുമതിയുടെ പേര് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പകരം എന്താണ്, ഗോവിന്ദന്റെ ഭാര്യ എന്നാണ്. ആ ഗോവിന്ദന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അതിന് ഐഡന്റിറ്റി ഇല്ല. എന്നാൽ ഒരു കൃത്യമായിട്ട് പേരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വോട്ടർ പട്ടികയിൽ ആ പേര് സ്ഥിരീകരിക്കാനായിട്ട് കഴിയുക. ഇത് ആയിരക്കണക്കിനായിരുന്നതിൻ്റെ പേരിൽ രണ്ടാമതൊക്കെ ശരിയാക്കി അങ്ങനെ പലവട്ടം പരിഷ്കരിച്ചാണെന്ന് വോട്ടർ പട്ടിക ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് പിന്നീട് നമ്മൾ വളർന്ന് ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് യുഗത്തിലെത്തി. വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഡിജിറ്റലായി കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് പട്ടിക എന്ന് പറയുന്നത് ഏതാണ്ട് 100% പൂർണ്ണതയുള്ളതും അതേപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ളതും തെറ്റില്ലാത്തതുമാണ് എന്നാണ് നമ്മളുടെ പ്രത്യാശ. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ പവർ പോയിന്റ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. എല്ലാ സാധനവും കൃത്യമായിട്ട് ഇങ്ങനെ ചോക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഫിഗേഴ്സൊക്കെ വെച്ച് അതുപോലെ എക്സാമ്പിൾസ് എല്ലാം കാണിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലി എന്താണ്, അതിലെന്താണ് പ്രശ്നമെന്ന് സ്വയം പരിശോധിക്കൽ തന്നെയല്ലേ. അങ്ങനെ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ തിരുത്തുക. ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ബോഗസായ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ആരോപണത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അത് ഇപ്പോൾ ഞാൻ പറയാം, അതായത് തൻ്റെ നിഗമനങ്ങളും വിലയിരുത്തലും സത്യമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നെങ്കിൽ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം സത്യവാങ്മൂലം സഹിതം പരാതിയും തെളിവുകളും കൈമാറണം. ഇല്ലെങ്കിൽ തൻ്റെ നിഗമനങ്ങളെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയേണ്ടതല്ലേ? അല്ല, ഇങ്ങനെ ഒരു പ്രതികരണമാണോ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു പ്രതികരണം അല്ല നടത്തേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഇത് പെട്ടെന്ന് തന്നെ പരിശോധിച്ചിട്ട് കുഴപ്പമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തുകയും ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പിടിച്ച് ജയിലിലിടുകയും ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ സത്യവാങ്മൂലം ഇദ്ദേഹം കൊടുക്കുന്നത് എന്തിനാണ്? കാരണം ഇത് പൊതുവായിട്ട് അവതരിപ്പിക്കപ്പെട്ടൊരു വിഷയമാണ്. പൊതു സത്യവാങ്മൂലമാണത്. നമ്മുടെ സമൂഹത്തിനകത്ത് കൃത്യമായിട്ട് പത്രപ്രവർത്തകരെല്ലാം വിളിച്ചു വരുത്തി നേരത്തെ പറഞ്ഞ പോലെ പവർ പോയിന്റ് എക്സ്പ്ലനേഷൻ നടത്തുമ്പോൾ അത് ഒരു പൊതു സത്യവാങ്മൂലമാണ്. ഇനി അദ്ദേഹം പ്രത്യേകിച്ച് അത് രേഖാമൂലം ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അതെന്താ പരിഗണിക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ? പ്രതിപക്ഷ നേതാവ് പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള ഒരു പവർ പോയിന്റ് എക്സ്പ്ലനേഷൻ നടത്തി കഴിഞ്ഞാൽ അത് പൊതുവായിട്ടുള്ള സത്യവാങ്മൂലമായിട്ട് കണക്കാക്കി അതിലേക്ക് അന്വേഷണം നടത്തണം. എന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കണ്ടേ? അല്ല, ഇദ്ദേഹം നടത്തിയത് മുഴുവനും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. അദ്ദേഹം മാപ്പൊന്നും പറഞ്ഞ പോരാ, അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരിക മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ ഭരണകൂടവും ഒരുമിച്ച് ചേർന്ന് ഓർഗനൈസ്ഡായിട്ടുള്ള ഒരു ക്രൈം, ഓർഗനൈസ്ഡായിട്ടുള്ള ഒരു കുറ്റകൃത്യം നിർവഹിച്ചു എന്ന തരത്തിൽ ഒരു ആരോപണം വരുമ്പോൾ അതിനെങ്ങനെ ലഘുവായിട്ടാണോ കണക്കാക്കേണ്ടത്? അല്ല, അതിൽ വേറൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് വന്നിട്ടുണ്ട്. ഒപ്പിട്ട സത്യവാങ്മൂലത്തിനൊപ്പം വിവരങ്ങൾ സമർപ്പിക്കണം. അതായത് വ്യാഴാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രാഹുൽ ഗാന്ധിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ താൻ പറഞ്ഞ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കത്തിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ജനങ്ങളോട് എന്താണ് പറയുന്നത് അത് എൻ്റെ വാക്കാണ്.
എല്ലാവരോടും പരസ്യമായിട്ടാണ് ഞാനത് പറയുന്നത്. അതൊരു സത്യപ്രതിജ്ഞയായി എടുക്കുക. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡേറ്റയാണ്. ആ ഡേറ്റയാണ് ഞങ്ങൾ പ്രദർശിപ്പിച്ചത്. ഇത് ഞങ്ങളുടെ ഡേറ്റയല്ല. അവർ ഇതിലെ വിവരങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. രാഹുൽ ഗാന്ധി സംസാരിച്ച വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റാണെന്ന് പറയാത്തത്? കാരണം അവർക്ക് സത്യമറിയാം. രാജ്യത്താകെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അവർക്കറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അല്ല, രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യം ഞാനതിനകത്ത് ഗൗരവമായിട്ട് എടുക്കുന്നത്, അദ്ദേഹം നമ്മളുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി നിർവഹിക്കുന്നതായിട്ടുള്ളൊരു പോസ്റ്റായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അദ്ദേഹം അത് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിലും അതുപോലെ പത്രപ്രവർത്തകരുടെ മുന്നിലുമൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് പരസ്യ സത്യപ്രതിജ്ഞയായിട്ട് തന്നെ എടുക്കട്ടെ, എന്നിട്ട് അതിൽ നടപടികളിലേക്ക് പോകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ എടുക്കേണ്ടത്. അല്ലാതെ വെറുതെ കടലാസ് കൊടുത്ത് കടലാസിന് മറുപടി വാങ്ങുന്ന പരിപാടിയല്ല അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ശരിക്കും ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ല, ഇത് രാഷ്ട്രീയമായിട്ട് എടുക്കരുത്. യഥാർത്ഥത്തിൽ സംഭവം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്ത് പറഞ്ഞാലും അത് രാഷ്ട്രീയമായിട്ട് കണക്കാക്കപ്പെടുക. പക്ഷേ ഇത് രാഷ്ട്രീയം മാത്രമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണോ? അല്ലല്ലോ. കാരണം ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അടിത്തറ. അതിൽ അപാകതയുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന അപാകതകൾ എന്തൊക്കെയാണ്? എന്തെല്ലാം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനകത്തുള്ളത് അല്ലേ? 4009 മേൽവിലാസങ്ങൾ 40,009 മേൽവിലാസങ്ങൾ വ്യാജമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഒറ്റ മുറി എന്ന് പറയുന്ന സ്ഥലത്ത് 80 വോട്ടുകൾ. അതുപോലെ തന്നെയാണ് ഈ പുതിയ കന്നി വോട്ടർമാരെന്ന് പറയുന്നത്. അത് 70-75 വയസ്സൊക്കെ ഉള്ള ആളുകൾ കന്നി വോട്ടർമാരായിട്ട് കടന്നു വരുന്നതെന്നൊക്കെ പറഞ്ഞ് അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അത് കമ്മീഷൻ പറയാം അങ്ങനെയൊക്കെയാണെന്ന്. അതല്ലാതെ അത് ബോധപൂർവമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളതിൽ. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കണം. ഈ കന്നി വോട്ടർ വരുമ്പോൾ ബൂത്തിലെ എല്ലാ പാർട്ടിയുടെയും പ്രതികളുണ്ടാവില്ല. അപ്പോൾ ഈ കന്നി വോട്ടർ 75 വയസ്സുകാർ കന്നി വോട്ടർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടികൂടാവുന്നതാണ്. അപ്പോൾ അവർ പിടികൂടിയിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ വോട്ട് ചെയ്തിട്ടില്ല അവിടെ. പക്ഷേ പരിശോധനയിൽ ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് വേറെ രീതിയിലായിരിക്കും. അതൊക്കെ എന്താണെന്ന് അന്വേഷിക്കണ്ടേ? ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണത്. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കുകയും അതിൻ്റെ നിജാവസ്ഥ എന്താണ് എന്ന് നമ്മളുടെ മനസ്സിലാക്കി തരേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ഈ ഭരണകൂടത്തിനും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഒരുപാട് പവറുള്ള ഒരു സംവിധാനമാണ്. ആ പവർ ഉപയോഗിച്ച് അതിൽ വ്യക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയും മേലാൽ ഒരാളും നിരുത്തരവാദിത്തപരമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. അങ്ങനെ നടപടികളിലേക്ക് പോകും. പ്രസ്താവന നടത്തി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളായ കുഴങ്ങിപ്പോകും ശരിക്കും പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.